അഴക് ഒന്നാം ദിനം. അപരവിചാരം. അപരവിചാരത്തിൻ്റെ അഴക്. നടക്കാൻ തീരെ വയ്യായിരുന്നു അവൾക്ക്. അതുകൊണ്ട് ഒരു ഊന്നുവടിയുടെ കൂട്ടുതേടി. പക്ഷേ ആ വടിയുടെ ചുവട് തുണി കൊണ്ട് ചുറ്റിപ്പൊതിഞ്ഞിരുന്നു. എന്തിനെന്നറിയോ? അതിൻ്റെ ഒച്ച കൊണ്ട് ആർക്കും അവരുടെ സ്വസ്ഥത കെടാതിരിക്കാൻ, ആർക്കും ഒരു ശല്യമാകാതിരിക്കാൻ. എന്തൊരഴകാണ് ഈ ചുവടുകൾക്ക്! അതെ, എവുപ്രാസ്യ നമ്മളോട് പറയുന്ന കാര്യവും അതുതന്നെ. അപരവിചാരം അഴകാണ്, ആത്മീയതയാണ്. അഴക് രണ്ടാം ദിനം. വിനയം. വിനയത്തിൻ്റെ അഴക്. ഗുരുത്തിയായിരുന്ന എവുപ്രാസ്യാമ്മ നവസന്യാസിനിക്ക് തിരുത്തലുകൾ കൊടുത്തു. ഒന്നല്ല, പലവട്ടം. ഒരു മാറ്റവും കണ്ടില്ല എന്ന് മാത്രമല്ല, രൂക്ഷമായ പ്രതികരണവും അവളുടെ ഭാഗത്തുനിന്നുണ്ടായി. അമ്മ ചെയ്തത് ആ അർത്ഥിനിയുടെ പാദം ചുംബിച്ചുകൊണ്ട് കീഴ്വഴക്കം ഏറ്റുപറഞ്ഞു. എന്തുകൊണ്ടാണിത് എന്ന് ചോദിച്ചപ്പോൾ മാതാവ് പറഞ്ഞു കൊടുത്തു അത്രേ, നിഗളം കൊണ്ട് പിശാചുക്കൾ ഇറങ്ങിപ്പോയ ആകാശത്തിലേക്ക് എളിമ എന്ന പുണ്യം കൊണ്ട് നമുക്ക് കയറിപ്പോകാം. അതെ, പിശാച് അന്ന് പറഞ്ഞു, ഇനി എനിക്കിവിടെ ഇരിക്കാനാവില്ല. അതെ, താഴ്മ, വിനയം ആത്മീയതയാണ്. താഴുന്നവരിലേക്ക് പിശാചുക്കൾ അടുക്കുക പോലുമില്ല. താഴ്മ താൻ അഭ്യുന്നതി. അഴക് മൂന്നാം ദിനം. കരുതൽ. കരുതലിൻ്റെ അഴക്. കരണ്ട് പോയാൽ ആദ്യം തന്നെ തിരി തെളിച്ച് മുറിയുടെ പുറത്തിറങ്ങി നിൽക്കുമായിരുന്നു എവുപ്രാസ്യാമ്മ. എന്തിനെന്നറിയോ? മറ്റാരും ഇരുട്ടിലാകാതിരിക്കാൻ, മറ്റാർക്കും തട്ടി വീഴാൻ ഇടവരാതിരിക്കാൻ. ഓർത്തു നോക്കിക്കേ, ഈ കരുതലിനൊക്കെ എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരഴകാണ് കരുതലിന്. ആരെയും ഇരുട്ടത്താക്കാതിരിക്കാനും ആരും ഇരുട്ടുകൊണ്ട് ഇടറി വീഴാതിരിക്കാനും ഒരാത്മാവ് അഴകിൻ്റെ ആകാശത്തേക്ക് പറന്നുയർന്ന ഓർമ്മ. ഹൃദ്യം, മനോഹരം. അഴക് നാലാം ദിനം. ഒന്നുമില്ലായ്മ. ഒന്നുമില്ലായ്മയുടെ അഴക്. ആനയും അമ്പാരിയുമുള്ള ഒരു തറവാടായിരുന്നു അവളുടേത്. കാലക്രമത്തിൽ പണവും പ്രതാപവും ഒക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ പുതുതലമുറയിലെ ഒരംഗം വന്ന് അവളോട് പറഞ്ഞു, ഈ ദാരിദ്ര്യവും കഷ്ടപ്പാടുമൊക്കെ ഏറെയാണ്. എവുപ്രാസ്യാമ്മ പറഞ്ഞു കൊടുത്ത ഒരു കാര്യമുണ്ട്. പണത്തിൽ കുറഞ്ഞാലും മക്കളെ പുണ്യത്തിൽ കുറയരുത്. ഒരുപക്ഷെ ഈ കാലഘട്ടം കേൾക്കാൻ കൊതിക്കുന്ന ഒരു വാക്കാണ്. കാരണം പണം എല്ലാത്തിനെയും വിഴുങ്ങിക്കഴിഞ്ഞു. കാലഘട്ടം അങ്ങനെയാണ്. അവിടെ ഈ സർവസംഘ പരിത്യാഗത്തിനും ഒന്നുമില്ലായ്മയുടെ അഴകാസ്വദിക്കാനുമുള്ള ജീവിതത്തിൻ്റെ ബോധനം അതാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒന്നുമില്ലായ്മ അഴകാണ്, ആത്മീയതയാണ്. അഴക് അഞ്ചാം ദിനം. നോക്കിയിരിപ്പ്. നോക്കിയിരിപ്പിൻ്റെ അഴക്. നോക്കിയിരിപ്പ് ഒരു പ്രാർത്ഥനയാണ്. അതെ, കാരണം നമ്മളെല്ലാവരും നമ്മുടെ കുറേ ആവശ്യങ്ങൾ നിരത്തി ദൈവത്തോട് ചോദിച്ചു വാങ്ങുന്നു. നമ്മുടെ കുറേ കാര്യസാധ്യത്തിനായി മാത്രം പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അപചയം. എവുപ്രാസ്യ പറഞ്ഞത് നേരെ മറിച്ച, ദിവ്യരക്ഷിതാവേ, മനുഷ്യഹൃദയങ്ങളാൽ തിരസ്കൃതനാകുമ്പോൾ നീ എൻ്റെ ഹൃദയത്തിൽ കൂടുകൂട്ടണേ എന്നാണ് പ്രാർത്ഥിച്ചത്. ഒന്നും ചോദിക്കാതെ, ഒന്നും പിടിച്ചു പറിക്കാതെ അങ്ങോട്ടേക്ക് നോക്കിയിരിക്കുക. ആ സ്നേഹ സാന്നിധ്യത്തിൻ്റെ ആനന്ദലഹരിയിൽ സ്വയം മറക്കുക. ഇത്ര അഴകാണ് ഈ പ്രാർത്ഥനയ്ക്ക്. എന്നാൽ നമ്മളിങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കണമല്ലേ. അഴക് ആറാം ദിനം. ആർദ്രത.
ആർദ്രതയുടെ അഴക്. മോളെ, നിന്റെ മനക്കലക്കം എനിക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞ് തൻ്റെ പരിശീലനം നേടുന്ന ഒരു പെൺകുട്ടിയുടെ മനസ്സ് മനസ്സിലാക്കിയിട്ട് ഈ അമ്മ അവളുടെ അടുത്ത് ചെന്ന് കൈക്ക് പിടിച്ച് അവളെയും കൂട്ടി മോക്ഷമണവാളനായ ഈശോയുടെ അടുക്കൽ ചെന്നിട്ട് അവളുടെ മനക്കലക്കത്തിന് പരിഹാരം കാണാൻ വേണ്ടി കൂട്ടുനിൽക്കുകയാണ്. ചെറിയവരെയൊക്കെ ഇതുപോലെ കരുതുന്ന ആർദ്രത എന്തൊരഴകാണതിന്. ഒരമ്മയുടെ മുലപ്പാൽ കുടിക്കുന്നവരെ പോലെ തമ്മിൽ ഉപവി കാക്കണം എന്നൊരു പിതൃസ്വരത്തിന് ഇത്രയേറെ പ്രായോഗിക തലം കൊടുത്ത മറ്റേതൊരു വ്യക്തിയുണ്ട്? വലിയവർക്ക് മാത്രമല്ല, ചെറിയവർക്കും കൂടി ഉള്ളതല്ലേ ഈ ലോകവും നമ്മുടെ സ്നേഹവും ആർദ്രതയുമൊക്കെ. അഴക് 7-ാം ദിനം. പാടുപെടൽ. പാടുപെടുന്നതിൻ്റെ അഴക്. തമ്പുരാനെ പ്രതി പാടുപെടുന്നതിൽ പരം എന്തു ഭാഗ്യമാണ് എനിക്ക് വേണ്ടതെന്നായിരുന്നു അവളുടെ ചിന്ത. ഏറ്റവും എളിയ ജോലികൾ, ആരും ചെയ്യാൻ മടിക്കുന്നവ, സൂക്ഷ്മതയോടും മടുപ്പില്ലാതെയും അതിനെ ഒരു കലയായും ചെയ്തു തീർക്കുക എന്നതായിരുന്നു അവളുടെ ജീവിത നിയോഗം. സ്നേഹത്തിൻ്റെ ഒരു തള്ളൽ ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ട് ചെയ്യുന്നതെല്ലാം അങ്ങനെയായിരുന്നു. കോളറ ബാധിച്ച ഒരു സഹോദരി, ആരും അടുത്തു ചെല്ലാൻ പോലും മടിക്കത്തക്ക രീതിയിലുള്ള വ്യാധി. അവിടേക്ക് അവളെ ഉടുപ്പിക്കാനും ഊട്ടാനും ഉറക്കാനും വേണ്ടി എവുപ്രാസ്യാമ്മ വയ്ക്കുന്ന ചുവടുകൾക്ക് ആത്മീയതയുണ്ട്. നിർമ്മിത ബുദ്ധികളൊക്കെ ഈ കാലഘട്ടത്തെ വെന്നി എന്ന് പറയുമ്പോഴും ഇതുപോലെയുള്ള ഹൃദയഭാവങ്ങൾ കാണാക്കനിയും കിട്ടാക്കനിയുമായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ അവസ്ഥ. അഴക് 8-ാം ദിനം. സഹനം. സഹനത്തിൻ്റെ അഴക്. സ്നേഹിച്ചവരെല്ലാവരും നേറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾ പറഞ്ഞത്, സഹനത്തിൽ പങ്കുകൊണ്ടാൽ മാത്രമേ സ്നേഹത്തിലും പങ്കുകൊള്ളാനാവൂ. ഇത്ര സുന്ദരമായൊരു കവിതയത്. സഹിക്കുന്നതൊന്നും നഷ്ടമല്ല, വിശിഷ്ടമാണെന്നായിരുന്നു അവളുടെ ധ്യാനം. സഹിക്കുന്നതൊന്നും പാഴാക്കിയില്ല. കാരണം നിത്യരോഗവും തെറ്റുധാരണകളും കുടുംബ തകർച്ചകളും ഇവയെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി നിയോഗം വെച്ച് സഹിക്കുന്ന ഒരു ആത്മീയതയായിരുന്നു അവളുടേത്. അതുകൊണ്ട് സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മാതൃമൊഴി അവളുടെ ജീവിതത്തിൽ എത്ര സുന്ദരമായ കാറ്റും കവിതയുമായി പടർന്നു എന്നാലോചിക്കുക. നീ എന്നോട് എന്ത് ചെയ്താലും ഞാൻ പോവില്ല എന്നൊരു പിടിമുറുക്കം കൂടി അവളുടെ ജീവിതത്തിൻ്റെ അഴകായിരുന്നു. അഴക് 9-ാം ദിനം. പട്ടാങ്ങയായ സ്നേഹം. പട്ടാങ്ങയായ സ്നേഹത്തിൻ്റെ അഴക്. ചങ്കിൽ പട്ടാങ്ങയായ സ്നേഹമുണ്ടായിരുന്നതുകൊണ്ട് അവളുടെ ചങ്കിന് വലിപ്പക്കൂടുതലുണ്ടായിരുന്നു. ധ്യാനത്തിലൂടെ ചേർന്നിരിക്കുന്നതിനെ കർമ്മത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ അവൾ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. സഹോദരിമാർ പ്രേക്ഷിതവേലയൊക്കെ കഴിഞ്ഞ് മടുത്ത് വിഷമിച്ച് ക്ഷീണിച്ചു വരുമ്പോൾ ഒരു കപ്പ് ചൂട് കാപ്പി കൊടുത്തിട്ട് അവരോട് കാണിച്ച ആ കരുതൽ, അതായിരുന്നു ആരൊക്കെയോ അവളുടെ ഉള്ളിൽ പറയുന്നുണ്ടായിരുന്നു, നീയും പോയി അതുപോലെ ചെയ്യാൻ. കാരണം സക്രാരിവാസനായ ഈശോയുടെ അടുത്തിരുന്നപ്പോൾ അവൾ കേട്ടത് ഈ ധ്യാനത്തിലൂടെ ഒട്ടിയിരിക്കൽ, കർമ്മത്തിലൂടെ പരന്നൊഴുകാനുള്ള ഒരു ജീവിത നിയോഗമാണെന്നുള്ള തിരിച്ചറിവായിരുന്നു. അതുകൊണ്ടാണ് ജീവിച്ചിരുന്നവരും മരിച്ചവർ പോലും വന്ന് അവളോട് പ്രാർത്ഥന യാചിച്ചിരുന്നു എന്ന് പറയുക. എന്തൊരഴകാണ് ഈ ആത്മാവിന്. ദിവ്യകാരുണ്യത്തിൻ്റെ യാവനം അതാഹരിച്ചുകൊണ്ട് കുർബാനയായി ഇങ്ങനെ പെയ്ത് പ്രശോഭിച്ചു നിൽക്കുന്ന ഈ ആത്മാവിൻ്റെ അഴക് അവർണ്ണനീയമാണ്.